this is Cock. Vada, biopic of a billion boys. Director Anand Menon. Writer Vipin Das. അദ്ദേഹം ജയ 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 ഹേക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഡയറക്ടർ അദ്ദേഹം തന്നെയായിരുന്നു. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസറും അദ്ദേഹമാണ്. വേറെ കുറേ പേരുണ്ട്. DOP അരവിന്ദ് പുതുശ്ശേരിയാണ്. എഡിറ്റർ കണ്ണൻ മോഹൻ. അങ്കിത് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിലെ സ്കോറിംഗ് ഒക്കെ ഇതിൻ്റെ ബീറ്റൊക്കെ ഒരു അങ്കിത് മേനോൻ്റെ സാധനം ഉണ്ടല്ലോ. പിന്നെ മ്യൂസിക് ക്രെഡിറ്റ്സ് കുറേ പേർക്ക് കാണുന്നുണ്ട്. സോങ്സൊക്കെ പല ആളുകൾ ചെയ്തതാണ് എന്നാണ് തോന്നുന്നത്. വിനായക് ശശികുമാറും BK ഹരിനാരായണനാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിലുള്ള വേ ഓഫ് റൈറ്റിംഗ് ഉണ്ടല്ലോ വിനായകിൻ്റെ ഒക്കെ, ആ ഒരു പരിപാടി ഇങ്ങനെ എന്തെങ്കിലും പിടിച്ചിരിക്കുന്നത്. ലിറിക്സ് ഇങ്ങനെ മ്യൂസിക്കിനോട് ചേർന്ന് പോകുന്ന പരിപാടി. ഇതിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂം ആണ്. ഇതിൻ്റെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി അശ്വതി ജയകുമാറാണ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കാൻ കാരണം ഇതിൽ ജോമോൻ ജോതിർ ഇട്ടൊരു ടീഷർട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴൊക്കെ അത് ഇട്ട് വരുന്നോ അപ്പോഴൊക്കെ ആ സീനിൽ ഞാൻ ശ്രദ്ധിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിങ്ങനെ ഈ സിനിമയുടെ പ്രോഗ്രഷനിൽ പല സീൻസ് ഇങ്ങനെ മാറി വരുമ്പോഴും ആ കോസ്റ്റ്യൂംസ് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അങ്ങനെ ഒരു കോസ്റ്റ്യൂംസിൻ്റെ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ആർട്ട്, ആ ഒരു കാലഘട്ടം 90s മുതലുള്ള കാലഘട്ടം കാണിക്കുമ്പോൾ ഇങ്ങനെ റിച്ച് നിൽക്കാതെ എടുത്തു പിടിക്കാതെ ആ കാലഘട്ടത്തിൽ കുറേ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ കുത്തിത്തിരി വെച്ച പരിപാടിയൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആർട്ടും ആണ് ചെയ്തിരിക്കുന്നത്. കോട്ടയം നസീർ ഒരു വാഴ വെക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ തന്നെ വാഴ എന്നാണ്. പക്ഷേ ഇതിലെ വാഴ കേവലം ഒരു ലിറ്ററൽ വാഴയല്ല, ഇതൊരു മെറ്റഫറാണ്. ജീവിതത്തിൽ ഉടനീളത്തിലെ കഥാപാത്രങ്ങൾ വാഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം തന്നെ ജനിക്കുന്നത് മുതൽ അവർ ജനിച്ച് അവർ യുവാക്കളാവുന്നവരെയുള്ള കാലഘട്ടം കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കാണിച്ചു പോവാണ്. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന തമാശകൾ, ഇമോഷൻസൊക്കെ തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 90s കാലഘട്ടം, ആ സമയത്തുള്ള പഞ്ചായത്ത് സ്കൂള്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് വളരെ നാച്ചുറലായിട്ട് വളരെ സിമ്പിളായിട്ട്, അത് അത്രയും സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് സ്ക്രിപ്റ്റിൻ്റെ കെട്ടുറപ്പ്, അതിനപ്പുറത്തേക്ക് പെർഫോമൻസാണ്. ഇതിൽ ഓരോ ആളുടെ പെർഫോമൻസ് ഞാൻ എടുത്ത് പറയും, കാരണം എടുത്ത് പറയണം. അതുപോലത്തെ പെർഫോമൻസാണ് ഓരോരുത്തരും കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനുള്ള കൃത്യമായ സ്പേസ് എല്ലാ കഥാപാത്രങ്ങൾക്കും കൊടുത്തിട്ടും ഉണ്ട്. സിപ്പപ്പ് വാങ്ങിച്ച് കഴിക്കുന്ന മുതൽ മൈസൂർ മല്ലിക വരെ ആ സമയത്ത് കൊടുത്ത സ്കോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രത്തിന് അനിരുദ്ധ് കൊടുത്ത പോലത്തെ സ്കോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തുണ്ട് പിടിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന സ്കോറൊക്കെ കിടുവാണ്. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാം കാലഘട്ടത്തിലുള്ള പരിപാടി, കോപ്പിയടി, പിന്നെ നിരന്തരം ഉണ്ടാവുന്ന പിന്നെ ഈ ഗ്യാങ് തമ്മിൽ വിവിധ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അവർ തമ്മിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം, പാരൻസിന് ഉണ്ടാകുന്ന തലവേദന, ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ നോക്കുന്നത്, ഇങ്ങനെയുള്ള പരസ്പരം പഴിചാരലുകൾ. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇത്തരം ഒരു നാട്ടിൻപുറത്ത് പഞ്ചായത്ത് സ്കൂൾ പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് പരസ്പരം ഉണ്ടാകുന്ന റാപ്പോയും അവരുടെ അറ്റാച്ച്മെൻറ്റും അത് അവർ വലുതാകും വരെ തുറന്നു പോകുന്ന സംഭവമാണ്. പക്ഷെ അതിനകത്തേക്ക് ഒരുപാട് ഇമോഷൻസും വരുന്നുണ്ടെന്നുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞില്ല. ഇതിൽ പെർഫോമൻസ് ഇത്രയും മികച്ചതാകാൻ കാരണം ഇത് വെറുതെ കോമഡി കാണിക്കുക അല്ലെങ്കിൽ പിന്നെ ഈ റീൽസിൽ കാണിക്കുന്ന പോലെ ഒരു കുറച്ച് സമയം ഉണ്ടാകുന്ന ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമല്ല. ഓരോ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ്, അത് പല ഇമോഷൻസ്, അവർ ഹാപ്പി ആയിരിക്കുന്നത്, അവരെ തമാശ കാണിക്കുന്നത്, അവരുടെ പ്രണയം, അവരുടെ ഫ്രസ്ട്രേഷൻ, പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതരാവുന്നത്, ഇങ്ങനെ തുടങ്ങി അവരുടെ എല്ലാ തരം ഇമോഷൻസ് എല്ലാ കഥാപാത്രങ്ങളും കാണിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഈ യുവാക്കൾ മാത്രമല്ല, ഇവരുടെ പാരൻസിൻ്റെ എല്ലാ ഇമോഷൻസും കാണിക്കുന്നുണ്ട്. അങ്ങനെ വളരെ, അതും ഓരോ കഥാപാത്രങ്ങളും വളരെ ഡിസ്റ്റിങ്റ്റീവാണ്. അങ്ങനെ വളരെ ഗംഭീര ഒരു സ്ക്രിപ്റ്റാണ്. അത് അതിഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്ത് അതിലും ഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും കൊടുത്തിരിക്കുന്ന പേര് വരെ വളരെ രസകരം. ഒരു ആളുടെ പേര് വിവേകാനന്ദൻ, വേറെ ആളുടെ പേര് അബ്ദുൽ കലാം. ഇവരെല്ലാവരെയും കൂടെ പോലീസ് പിടിച്ച സമയത്ത്, പോലീസ് സ്റ്റേഷനിൽ ഇവരെ പേരിങ്ങനെ പറയുന്ന സമയത്ത് വിവേകാനന്ദൻ, അബ്ദുൽ കലാം എടുത്ത് ഗാന്ധിജി, അതൊക്കെ അങ്ങനെ കോയിൻ ചെയ്ത് എടുത്തിട്ടുള്ള വളരെ നാച്ചുറലായിട്ട് സിറ്റുവേഷണലായിട്ടുള്ള ഒരുപാട് കോമഡീസ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഒരു പാട്ടുണ്ട്, മന്ദാകിനി തുടങ്ങുന്നൊരു പാട്ട്, അടിപൊളി വൈബായിരുന്നു ആ പാട്ട്. അതിലാണ് നമ്മളെ ആഷിറ വരുന്നത്. അഷിറേ എന്നതിലിങ്ങനെ അഷിറേ എന്നിടയ്ക്കിടയ്ക്ക് പാട്ടിലിങ്ങനെ പിന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് കിടുവാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പടം കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള, വളരെ പ്രറ്റി സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ അതും വളരെ നാച്ചുറലായിട്ട്, സ്പൂൺ ഫീഡിംഗ് ഒന്നും ഇല്ലാതെ കഥാപാത്രങ്ങളിലൂടെ, കഥാപരിസരങ്ങളിലൂടെ ഈ പ്ലോട്ടിനകത്ത് ഇങ്ങനെ ഇടുകി ചേർത്തിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്.
അതുകൊണ്ട് തന്നെ അത് വളരെ ഇമോഷണലി കണക്റ്റാണ്. ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സീൻസ്, കഥാപാത്രങ്ങൾ റിലേറ്റബിൾ ആണ്. അതോടൊപ്പം തന്നെ ഒരുപാട് സീൻസ് ഈ ടോക്സിക് പാരൻറ്റിങ് അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ടോക്സിക് പാരൻറ്റിങ്, അതുപോലെ പാരൻസിൻ്റെ സ്ട്രഗിൾ, അവർക്കുണ്ടാവുന്ന ഓവർ എക്സ്പെക്റ്റേഷൻസും അത് മീറ്റ് ചെയ്യാതെ വരുമ്പോഴുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും പരിപാടികളൊക്കെ ഒരുപാട് കാണിച്ചുകൊണ്ട് പിന്നെ ഈ ഗൾഫുകാരുടെ ജീവിതം, അവർ വീടുണ്ടാക്കാനും കല്യാണം കഴിക്കാനും വേണ്ടി ആജീവനാന്തം കഷ്ടപ്പെട്ട് വയസ്സാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം, പിന്നെ ഈ പറഞ്ഞ ഈ ടോക്സിക് പാരൻറ്റിങ്ങിൽ അതും പെടുമല്ലോ. കുട്ടികളെ ഫോഴ്സ്ഫുള്ളി അവരുടെ ആംബിഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവം, ഇതൊക്കെ ഇത്തരം ഒരു സിനിമയിൽ പറഞ്ഞു വെക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഏതൊരു ഇങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള, സ്കൂളിൽ പോയിട്ടുള്ള, കോളേജിൽ പോയിട്ടുള്ള ആർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇതിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഇവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന സമയത്തൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് എന്ത് കിടുവായിട്ട് എടുത്തേക്കുന്നത്, വളരെ സിമ്പിളാണ് തോന്നും, പക്ഷെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കട്ട്സ്, അതുപോലെ ഷോർട്സ് ആയി കഴിഞ്ഞാലും അതിന് ഡിവിഷൻസ് ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസസ് ആയി കഴിഞ്ഞാലും ആംഗിൾസ് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ പടപടയെന്ന് പറഞ്ഞിട്ട് വിത്ത് ബീജിയം വരുന്ന സമയത്ത് ഒരു നോർമൽ ഫൈറ്റാണ്, പക്ഷെ അത് അങ്ങ് എടുത്തങ്ങ് പിടച്ച് വിട്ടേക്കുക. ഇതൊക്കെ കാണുമ്പോഴാണ് ഇവിടെ ഓരോ ഭയങ്കര ആക്ഷൻ പടാന്നൊക്കെ പറഞ്ഞ് ഇറക്കിയിട്ട് കിടന്ന് കഷ്ടപ്പെടും. ഇതൊരു ഇങ്ങനത്തെ ഒരു കോമഡി പോകുന്ന പടത്തിൽ അങ്ങനത്തെ കിടലൻ ആക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. പറഞ്ഞ കൂട്ടത്തിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വന്നിട്ട് അവസാനം ഫാമിലി ലൈഫൊക്കെ സ്പോയിൽ ആവുന്നതിനെ കുറിച്ചും ഡിവോഴ്സിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. അതിനൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന വളരെ സക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും കാണിപ്പയ്യൂരൊക്കെ വരുന്നുണ്ട് ചിരിച്ചിട്ട്. അപ്പം അങ്ങനെ ഓവറോൾ ഒരു 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 കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു പേഴ്സണലി എനിക്ക് സിനിമ. ഒരു കാര്യം നോട്ട് ചെയ്ത കാലഘട്ടത്തിൽ യോജിക്കാതെ ഈ മോയ സാധനം നിങ്ങൾ പറയുന്ന കാലഘട്ടത്തിൽ സംഭവം അത് ട്രെൻഡിങ് അല്ല, വൈറലല്ല. പിന്നെ ആ മോയ എന്തിനെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഈ മൈ വിളിക്കാൻ പറ്റൂല്ലെങ്കിൽ അത് വിളിക്കാതിരിക്കില്ലേ ബെറ്റർ. ആവേശത്തിൽ ബിബിമോൻ ഈ മലരെ 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 എന്ന് കുറേ തവണ പറഞ്ഞ് വല്ലാതെ വെറുപ്പിക്കലായിരുന്നു. ആ സീൻ മാത്രമാണ് ഞാൻ പറയുന്നത്, ഈ ബിബീൻ്റെ. അതുപോലെ ഇതിലും മലരെ എന്നുള്ള എന്തിനും മൈ വിളിക്കാൻ പറ്റില്ല, അത് വിളിക്കാതിരിക്കുക, ദാറ്റ്സ് ബെറ്റർ. ഇത്രയും നേരം ഈ സിനിമയിൽ അഭിനയിച്ച ആരുടെയും പേരെടുത്ത് പറയാതിരിക്കാൻ കാരണം അവരെ ഒന്നൊന്നായി പറയണമെന്നുള്ളത് കൊണ്ടാണ്. ആദ്യം പറയേണ്ടത് ഈ അച്ഛന്മാരായിട്ട് അഭിനയിച്ച ആളുകൾ, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, ജഗദീഷ്, നോബി. ഇതിൽ തന്നെ ഈ നോബി, അസീസ്, കോട്ടയം നസീർ ഇവർ മൂന്നും മിമിക്രി എന്ന് വന്ന ആളുകളാണ്. മിമിക്രിക്കാരെ പല സിനിമകളിലും ഞാൻ നന്നായിട്ട് വിമർശിക്കാറുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള കയ്യിന്നിടൽ, ഓവർ ആക്ടിങ്, ഓവറായിട്ട് റിയാക്ഷൻ കൊടുക്കൽ, പിന്നെ അനാവശ്യമായ ഗോഷ്ടികൾ, ഇത് കാണിച്ചൊരു സീൻ സ്പോയിൽ ചെയ്യാറുണ്ട് മിമിക്രിക്കാർ പല സിനിമകളിലും. പക്ഷേ ഇതിൽ ഇവർ ഓരോരുത്തരും ഗംഭീര ആക്ടിങ്, അതായത് ആ അച്ഛന്മാരുടെ വേദന. ഇവരോടൊപ്പം ജഗദീഷുണ്ട്. ജഗദീഷൊന്നും പിന്നെ പ്രത്യേകിച്ച് അഭിനയത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അവരോടൊപ്പം ജഗദീഷും. അതിൽ കോട്ടയം നസീറിൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ്. അദ്ദേഹം കടന്നു പോകുന്ന ഇമോഷൻസ് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ അസീസ് നെടുമങ്ങാട് ഒരു രക്ഷയില്ല. പിന്നെ നോബി അത്ര ടോക്സിക് അല്ലാത്തൊരു പേരൻ്റാണ്. ഈ നോബിയും ജോമോൻ ജോതനാണ് അച്ഛനും മകനും, ശരിക്കും അച്ഛനും മകനുമാണെന്ന് കരുതും. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ബോഡി ലാംഗ്വേജ് ആയി കഴിഞ്ഞാലും, അവരുടെ ന്യൂആൻസസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അച്ഛനും മകൻ അവരുടെ ഒരു കെമിസ്ട്രി കിട്ടുമായിരുന്നു. പിന്നെ ജഗദീഷും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് അച്ഛന്മാർ വേറെയുണ്ട്, അവരും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പയ്യന്മാർ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അമിത് മോഹൻ രാജേശ്വരി, സാഫ് ബോയ്സ്, അവർ പിന്നെ 2 പേരുണ്ട് ബ്രദേഴ്സ്. അതുപോലെ അനുരാജ് ഓബി, എല്ലാവരും ഇവരൊക്കെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സിജു സണ്ണിക്കൊക്കെ നിന്ന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അത് കിടുവായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മീനാക്ഷി ഉണ്ണികൃഷ്ണനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. അതും ഈ മീനാക്ഷി ഉണ്ണികൃഷ്ണ കഥാപാത്രം ബോയ്ക്കട്ടടിച്ച പെൺകുട്ടി, അവരും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പിന്നെ ലൈഫിനെ കുറിച്ചുള്ള അവരുടെ അപ്രോച്ച്, ഇങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റിനകത്ത് ഇങ്ങനെ കഥാപാത്രങ്ങൾ കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ജോമോൻ ജ്യോതിറും നോബിയും തമ്മിലുള്ള കോമ്പിനേഷൻ, ജോമോൻ ജ്യോതിർ ഒരു രക്ഷയില്ല ജോമോൻ ജ്യോതിർ, നോബിയും കട്ടക്കി. പിന്നെ അമിത്തും കോട്ടയം നസീറും തമ്മിലുള്ള സീൻസ്, അമിത്തിന് ഇതുപോലെ തന്നെ കോമഡി ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ സീൻസ് ഉണ്ട്, ഗംഭീരമായിട്ട് അമിത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ അനുരാജ്, എല്ലാവരും തന്നെ. സാഫ് ബോയ്സ് 2 പേരും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഗേൾസ് 1-2 പേര് കൂടെ ഉണ്ട്. പാർവതി മണികണ്ഠൻ, അവരാണ് ശരിക്കും നായിക, സാഫ് ബോയുടെ പേര്. അതുപോലെ സിയ വിൻസെൻ്റ്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മിനു സിജു ഉൾപ്പെടെയുള്ള അമ്മമാരായിട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓഫ് കോഴ്സ് എടുത്ത് പറയണമല്ലോ, ആഷിറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഷിറിന് നല്ല സ്പേസ് ഉണ്ട്.
തുടക്കം മുതലില്ലെങ്കിലും ആഷർ വന്ന സീൻസിലൊക്കെ ആഷർ കയറി സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. പുള്ളിയുടെ നാച്ചുറലായിട്ടുള്ള, പുള്ളി ഒന്നും വേണ്ട, അങ്ങ് ജീവിക്കുവാണ്. പുള്ളി വന്നിട്ട് പോകുന്ന സീൻസൊക്കെ കിടുവാണ്. പിന്നെ അലൻ, അജിൻ, വിനായക് എല്ലാവരും, ആ ടീംസ് എല്ലാവരും സെറ്റാണ്. ഇവരെയൊന്നും കൂടാതെ 1-2 സീൻസിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് കസറിപ്പ് ഒരാളെ കൂടെ ഉണ്ട്. പിന്നെ അശ്വിൻ വിജയനെ പറയാൻ വിട്ടുവതാണ്, പുള്ളി നന്നായിട്ടുണ്ട്. ആസ് എ ഹോൾ എ റോളർ കോസ്റ്റർ റൈഡ് ഓഫ് ഫൺ ആൻഡ് ഇമോഷൻസ്, അങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. വാഴ ഈസ് നോട്ട് ഓൾവേസ് വാഴ, അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ സിനിമ.